സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടിയ ഒരു പസിലാണ് ഇവിടെ ഇനി കാണിക്കുന്നത്. ഹൈസ്കൂൾ സ്റ്റുഡൻസിന് പറ്റിയ പസിലാണ് ഇത്. ജിയോമെട്രി ആൻഡ് ഓൾജിബ്രയും കോർഡിനേറ്റ്സും ആസ്പദമാക്കിയുള്ള പസിലാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: കുറേ കുട്ടികൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും കളിക്കുകയാണ്. അവിടെ നിന്നും 70 മീറ്റർ കിഴക്ക് മാറി 110 മീറ്റർ വടക്കായി ഒരു വീടുണ്ട്. അതുപോലെ 120 മീറ്റർ കിഴക്ക് മാറി 60 മീറ്റർ വടക്കായി മറ്റൊരു വീടുമുണ്ട്. മൂന്നാമത്തെ വീട് 10 മീറ്റർ കിഴക്ക് മാറി 50 മീറ്റർ തെക്കായിട്ടും വരും. 3 വീടുകളിൽ നിന്നും തുല്യ അകലം വരത്തക്ക വിധം ഒരു കിണർ കുഴിക്കണം. കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും എന്ത് അകലെയായിട്ടായിരിക്കും ഈ കിണറിൻ്റെ സ്ഥാനം? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ബേസ് ചെയ്തിട്ടുള്ള ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിനകത്ത് എ എന്നൊരു കോർഡിനേറ്റും ബി എന്ന കോർഡിനേറ്റും സി എന്ന കോർഡിനേറ്റും കൊടുത്തിട്ടുണ്ട്. ഈ എ ബി സി എന്ന് പറയുന്നത് വീടുകളാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വീടാണ് എ ബി സി. ഇവിടെ എ ബി എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ 70 മൈനസ് 120 ഹോൾ സ്ക്വയർ പ്ലസ് 110 - 60 ഹോൾ സ്ക്വയർ എന്ന് വരും. റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ ആണല്ലോ ഡിസ്റ്റൻസ് ഫോർമുല. ഇത് വെച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 50 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ എന്ന് കിട്ടും. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് റൂട്ട് 5000 മീറ്റർ ആണ്. അതുപോലെ ബി സി എന്ന് പറയുന്നതും ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? റൂട്ട് ഓഫ് 120 - 10 ഹോൾ സ്ക്വയർ പ്ലസ് 60 - -50 ഹോൾ സ്ക്വയർ വരും. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ 120 നിന്ന് 10 പോകുമ്പോൾ 110 ഹോൾ സ്ക്വയർ എന്നും 60 + 50 എന്ന് പറഞ്ഞാൽ 110 സ്ക്വയർ എന്നും വരും. ഇതിൽ രണ്ടിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24,200 ആണ്. സോ ബി സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 24,200 മീറ്റർ എന്ന് കിട്ടും. അതുപോലെ എ സി ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് റൂട്ട് ഓഫ് 29,200 ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 5000 + 24,200 എന്ന് പറയുന്നത് 29,200 ആണ്. അഥവാ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ സമം എ സി സ്ക്വയർ. ഇതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു മട്ടത്രികോണമാണ്. എ സി കാരണമായിട്ട് വരുന്ന മട്ടത്രികോണമാണ്. ഇവിടെ ട്രയാങ്കിൾ എ ബി സിയുടെ പരിവൃത്ത കേന്ദ്രം എന്ന് പറയുന്നത് എ സിയുടെ മധ്യബിന്ദു ആയിരിക്കും. കാരണം മട്ടത്രികോണത്തിൻ്റെ പരിവൃത്ത കേന്ദ്രം എന്ന് പറഞ്ഞാൽ കർണത്തിൻ്റെ മധ്യബിന്ദുവാണ്. ഇവിടെ മധ്യബിന്ദു കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. x1 + x2/2 y1 + y2/2. ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 40,30 ആണ്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം? ഇതിന് മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞ് 40, 30 ആണ്. അപ്പോൾ മരച്ചുവട്ടിൽ നിന്നും 40 മീറ്റർ കിഴക്ക് മാറി 30 മീറ്റർ വടക്കായിട്ടാണ് കിണർ കുഴിക്കേണ്ടതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒറിജിനാണ് തന്നിട്ടുള്ളത്. ഈ ഡിസ്റ്റൻസ് നമുക്ക് ഫിഗർ നോക്കിയാൽ കാണാം. 40, 30 ടു ഒറിജിൻ വരെ. അങ്ങനെ വരുമ്പോൾ ഒറിജിനാണ് തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x² പ്ലസ് y² വെച്ചാണ് ചെയ്യേണ്ടത്. സോ മരച്ചുവട്ടിൽ നിന്നും കിണറിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x² പ്ലസ് y² വെച്ച് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 40² പ്ലസ് 30² എന്ന് വരും. 40യുടെ സ്ക്വയർ